Graduation is a momentous occasion that marks an end of a chapter and a beginning of a new one in the life of students. It's a time to celebrate the achievements, reflect on the journey, and look forward to their future. Thank you. Please be seated. We are delighted to have you all in here to enjoy the array of happiness at this extraordinary and exciting moment within the MES family. The simple path, the silence is prayer. Prayer is faith. Faith is love. Love is service. The fruit of service is peace. So I invite Ms. Ashna, 5th semester BSc Nursing for invocation. ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ. നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ. നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭ്രഷ്ടരുതൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Please be seated. MES Academy of Medical Sciences is managed by Muslim Educational Society, established in the year of 1964 under charismatic and dynamic leadership of late Dr. P.K. Abdul Ghaffur and eminent neurologist of Esther Eos. The MES is leading with 150 educational institutions in India and abroad, including MES College of Nursing. The MES College of Nursing came to the existence in the year 2004 with the intake of 50 students. Our nursing college has the rare distinction of being the first and only nursing college that is attached to the medical college for providing clinical facilities for its students in Malappuram district. MES College of Nursing is functioning in an exclusive 4-storied building with a spacious classroom and most modern teaching technology, administrative office and well-equipped laboratories for fundamentals of nursing, community health nursing, maternity and child health nursing, nutrition, anatomy, physiology and computer science. An excellent and scientifically classified library with a large number of essential periodicals provide facilities to the students to do their references and research work. In terms of highly qualified and well-experienced, totally committed faculty members bestow to their personal care and attention on the overall development of our students. Now I request Mr. M.M. Ashraf, Vice President, MES Kerala and Convener, MES College of Nursing, to deliver the welcome address. Welcome you, sir. ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥി മിസ്റ്റർ
ശ്രീ കെ സജീവ്, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് പെരിന്തൽമണ്ണ അവർകളെ, ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡയറക്ടർ MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ്, MESൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ സാഹിബ് ഇവിടെ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാമിനെ ഈ വേദി ധന്യമാക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളായ മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ്, മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് ഡോക്ടർ സാജിദ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ഹെഡ് MES സെൽഫ് ഫൈനാൻസിങ് കോളേജസിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ഡോക്ടർ റഹീം ഫസൽ, MES നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ നിർമ്മല, ഇന്നത്തെ ഈ ദിവസത്തിലെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആയ ഇവിടെ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ നഴ്സിംഗ് കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളെ, ഏകദേശം 20 വർഷം തികയ്ക്കുന്ന ഒരു അവസരത്തിലാണ് MES നഴ്സിംഗ് കോളേജിൻ്റെ മറ്റൊരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കൂടി നടക്കുന്നത്. അതുപോലെ തന്നെ 20 വർഷം പിന്നിടുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാഹചര്യത്തിലും കൂടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതിനെല്ലാം ശക്തമായ നേതൃത്വം നൽകി വരുന്നത് MESൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബാണ്. അദ്ദേഹം ഇവിടെ ഈ ക്യാമ്പസിൽ തന്നെ താമസിച്ചുകൊണ്ട് ഉള്ള ഒരു നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ബ്രാഞ്ചസും എല്ലാ പ്രോഗ്രാമുകളും കേരളത്തിലെ പ്രത്യേകിച്ച് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട നിലയിലാണ്, ഏറ്റവും ഡിസിപ്ലിൻഡായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ക്യാമ്പസിൽ MBBS അതുപോലെ തന്നെ അതിൻ്റെ PG കോഴ്സുകൾ, ഡെൻ്റൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂള്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള വളരെ സുദീർഘമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു വരുന്ന ഡോക്ടർ ഫസൽ ഗഫൂറെ ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ എന്നും വിലമതിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ അവസരം തീർച്ചയായും വളരെ അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്ന ഒരു നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗ്രാജുവേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഡെഡിക്കേഷനും ഉള്ള, വളരെ വിശ്രമരഹിതമായി നഴ്സിങ്ങിനെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയ നിങ്ങളെ ഏവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഉറക്കം വിളിച്ച ഒട്ടേറെ രാവുകളും അതുപോലെ തന്നെ ആശങ്കകളും സംശയങ്ങളും അനിശ്ചിതത്വവും എല്ലാം അതിജീവിച്ച് നിങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള നേഴ്സിംഗ് പ്രൊഫഷണലായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. നേഴ്സിംഗ്
നേഴ്സസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ബാക്ക് ബോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കിനിയും നിങ്ങളുടെ പേഷ്യൻസിനെയും ഫാമിലീസിനെയും അവരുടെ ഫാമിലീസിനെയും ഒക്കെ നിങ്ങൾക്ക് എംപവർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആധുനിക നേഴ്സിംഗിൻ്റെ ഉപജ്ഞാതാവ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ തുടങ്ങിവെച്ച അല്ലെങ്കിൽ അവർ ഇവിടെ പ്രകടിപ്പിച്ച യുദ്ധരംഗത്തെ സൈനികർക്ക് പരിക്കുകളേറ്റപ്പോൾ അവരെ ശുശ്രൂഷിക്കാനും പകർച്ചവ്യാധികൾ വന്നപ്പോൾ അവർക്കിടയിലേക്ക് ചെന്നുകൊണ്ട് അവരെ ചികിത്സിക്കാനും ഒക്കെ ആയി മുന്നോട്ട് വന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ആ പ്രതിബദ്ധത നിങ്ങൾ തുടരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവിധ ആശംസകളും MESൻ്റെ പേരിൽ ഞാൻ നേരുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂറാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിലൊരു മുഖവുരയുടെ ആവശ്യം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നില്ല. കാരണം വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ വളരെയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തമായ MESൻ്റെ തീരുമാനങ്ങൾ അറിയിച്ചുകൊണ്ടും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ ഈ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം MESൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 6 ടേമും അദ്ദേഹം പൂർത്തീകരിച്ചു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായി തുടരുകയാണ്. അതുപോലെ തന്നെ ഈ MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഡയറക്ടറാണ്. ഈ മെഡിക്കൽ കോളേജിലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രൊഫസറാണ്. അദ്ദേഹം ന്യൂറോ സയൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് HOD ആണ്, ചീഫാണ്. അത്തരം കാര്യങ്ങളിൽ വളരെ ചുമതലാബോധം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, രോഗികളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും MESൻ്റെ നമുക്കറിയാം ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ഏതാണ്ട് 150ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ, മെഡിക്കൽ കോളേജ് മുതൽ പ്രൈമറി ക്ലാസ്സുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നതിന് അതിനാവശ്യമായിട്ടുള്ള നേതൃത്വപരമായ പങ്കാളിത്തം നിർവഹിച്ചു വരുന്ന അദ്ദേഹം, നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയ ഒബ്സർവറാണ്. തുടങ്ങിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, MES നഴ്സിംഗ് കോളേജിൻ്റെ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇവിടെ ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ KK സജീവ്, പെരിന്തൽമണ്ണയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസാണ്. നമ്മുടെ മലപ്പുറം ജില്ലാ ചീഫ് പോലീസ് ചീഫ് ശ്രീ ശശിധരൻ IPS അദ്ദേഹം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് ഔദ്യോഗികമായി ഒട്ടേറെ ഒഴിവാക്കാനാവാത്ത പരിപാടികളുള്ളതുകൊണ്ട് DYSP സജീവ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. അദ്ദേഹം MSc B.Ed നെറ്റ് ഇതെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് പോലീസ് മെഡൽ, ബാഡ്ജ് ഓഫ് ഓണർ ഫോർ ഡിറ്റക്ഷൻ എക്സലൻസ്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ്സ് പോലീസ് മെഡൽ തുടങ്ങിയിട്ടുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. നീതിന്യായ രംഗത്തും നിയമപരിപാലന രംഗത്തുമൊക്കെ പ്രശസ്തമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ തുടർന്നു വരികയാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. മൂത്ത കുട്ടി എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി JEE അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളിലാണിപ്പോൾ. ഭാര്യ KSEBിയിലെ എൻജിനീയറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും MES നഴ്സിംഗ് കോളേജിന് വേണ്ടിയും MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസിന് വേണ്ടിയും
ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള ഡോക്ടർ ഗിരീഷ് രാജ്, അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പാൾ, ഇവിടുത്തെ ഡീൻ ആയി സേവനമനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഈ ക്യാമ്പസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ നല്ല നടത്തിപ്പിന് വേണ്ടി നമ്മുടെ ഡയറക്ടർ ഡോക്ടർ ഫസൽ ഗഫൂറിനെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിന് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്ന ഡോക്ടർ ഗിരീഷ് രാജ്, അദ്ദേഹത്തിൻ്റെ PG കഴിഞ്ഞ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലെക്ചറായി ജോയിൻ ചെയ്തു. വീണ്ടും അദ്ദേഹം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തു. വിദേശത്തെല്ലാം സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ചാർജ് എടുത്തത്. ഡോക്ടർ ഗിരീഷ് രാജിന് ഹൃദയംഗമായ സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് സാജിദ്, അദ്ദേഹം നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ആയി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബിന് ആവശ്യമായിട്ടുള്ള ആ മേഖലയിലെ സഹകരണങ്ങൾ നൽകി വരികയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഡോക്ടർ റഹീം ഫസൽ, അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ ചീഫാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ മെഡിക്കൽ കോളേജിനും ഹോസ്പിറ്റലിനും വേണ്ടി കാര്യക്ഷമമായി ഇവിടെ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ ക്യാമ്പസിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം MES യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ MES സെൽഫ് ഫൈനാൻസിങ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, നേഴ്സിംഗ് കോളേജിന് വേണ്ടി ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് MES നേഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ നിർമ്മല. നേഴ്സിംഗ് സ്കൂൾ മുതൽ ഉള്ള ആ മേഖലയിലെ നേഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ ആ മേഖലയിലെ വിവിധ കോഴ്സുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. GNM, അതുപോലെ തന്നെ ഇവിടെ BSc നേഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ്, MSc നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും സജ്ജീകരണങ്ങൾക്കും എല്ലാ അക്കാഡമിക് കാര്യങ്ങൾക്കും അക്കാദമിക അല്ലാത്ത ഇതര പ്രവർത്തനങ്ങൾക്കും വളരെ ശുഷ്കാന്തിയോടുകൂടി കാര്യക്ഷമമായി അതിന് നേതൃത്വം നൽകി വരുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ V നിർമ്മലയെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും MESന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ പ്രോഗ്രാം, അതിൽ പങ്കെടുക്കുന്ന BSc നേഴ്സിംഗ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിനികൾ, MSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ്, എല്ലാവരെയും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും MESൻ്റെയും പേരിൽ നിങ്ങളെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷകർത്താക്കൾ, മറ്റ് ഈ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, സഹോദരന്മാർ, എല്ലാവർക്കും MESൻ്റെ പേരിലും MES നേഴ്സിംഗ് കോളേജിൻ്റെ പേരിലും ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Thank you, sir. Next, I would like to welcome Dr. P.A. Fasal Ghafoor, President of Muslim Educational Society, Director, MES Academy of Medical Sciences, Perinthalmanna. Sir is a grade A consultant. Welcome, sir. സാധാരണയായിട്ട് എന്നെ അറിയാത്ത ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായം.
കാരണം സാർ തമാശ പറയും. അബ്ദുൾ സമദ് സമദാനിനെ MESൻ്റെ ഒരു പരിപാടിക്ക് സ്കൂൾ പരിപാടിക്ക് വിളിച്ച്. അപ്പോൾ ആ കുട്ടി അനൗൺസ് ചെയ്യണം, നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൾ സമദ് സമാധിയാണ് വന്നിരിക്കുന്നത്. വിറ്റ് മനസ്സിലായില്ല അല്ലേ? സമാധിയാണെന്ന്, സമാധാനിക്ക് വരാം. അപ്പോൾ ഞാൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞ്, അല്ല സാർ അത് അദ്ദേഹത്തിൻ്റെ പേര് സമദാനി എന്നാണ് ഈ മാറ്റി പറയുന്നത്. അപ്പോൾ ആ കുട്ടി വീണ്ടും പറയണേ, അതെ അദ്ദേഹത്തിൻ്റെ പേര് സമദാനി തെറ്റിപ്പോയതാണ്, അദ്ദേഹം സമാധി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർത്താൻ പറഞ്ഞത്. അറിയാത്ത ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്തെങ്കിലുമൊക്കെ പറയും, വിളിച്ചു പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഞാനിത് എൻ്റെ ഒരു പോളിസി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഗസ്റ്റ് ശ്രീ സജീവ്, ബാക്കി വേദിയിലുള്ള ഇഷ്ടാദികളെ, സുഹൃത്തുക്കളെ, ഇന്ന് പാസ്സായി പോകുന്ന വിദ്യാർത്ഥികളെ എല്ലാവർക്കും സ്വാഗതം, സന്തോഷം. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എനിക്ക് വേറൊരു സന്തോഷം കൂടിയുണ്ട്. ആ സന്തോഷം എന്താണെന്ന് വെച്ചാൽ സർ ഞാൻ പറയാം, ഞങ്ങളുടെ സമുദായം നഴ്സിംഗ് എടുത്തിരുന്നില്ല, ഒരു നഴ്സിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് അപൂർവമായ ഒരു മാറ്റം വന്നിട്ട് മുസ്ലിം കുട്ടികൾ മുഴുവൻ നഴ്സിംഗും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ചില മതസംഘടനകളുണ്ട്, അവർ സ്ത്രീകൾ സ്റ്റേജ് മേൽ കയറാൻ പാടില്ല, സ്ത്രീകളുടെ മുകളിൽ നിയന്ത്രണങ്ങൾ വേണം. നിയന്ത്രണം എല്ലാവരുടെ മുകളിൽ വേണം, സ്ത്രീയുടെ മുകളിൽ മാത്രം വേണമെന്ന് പറഞ്ഞാൽ അർത്ഥമല്ലോ. നിയന്ത്രണം ഇല്ലെങ്കിൽ പോലീസുകാർ കുടുങ്ങിയത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ പറയുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് നഴ്സിംഗ് കോളേജ് ഉണ്ടാക്കി, നഴ്സിംഗ് സ്കൂൾ ഉണ്ടാക്കി, ഈ കുട്ടികളെ എല്ലാവരെയും പഠിപ്പിച്ചെടുത്തു. ഇപ്പം ഞങ്ങളുടെ സമുദായം അത് ഏറ്റെടുത്തു, ഇല്ലേ? പ്രിൻസിപ്പൾ പറയുക കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഞാൻ പങ്കിടുകയാണ്. പിന്നെ ഇന്നിപ്പോൾ നല്ലൊരു കൂടിച്ചേരലാണ്. ഒന്ന് പോലീസ്, രണ്ട് നേഴ്സ്, ഡോക്ടർ. ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മൂന്നിൻ്റെ ജീവിതം ഒരു ദുരന്തമാണ്. എന്തുകൊണ്ടാണ് ദുരന്തം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എമർജൻസി. എപ്പോഴാണ് എമർജൻസി വരിക എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് മൂപ്പർ എഴുന്നേറ്റ് പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ല. പാതിരാത്രി ഡ്യൂട്ടി. സർ, ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ദുഃഖകരമായൊരു കാര്യം പറയാം. പലപ്പോഴും നട്ടുച്ചക്ക് ജൂൺ മാസത്തിൽ, ഇവിടെയല്ല ബീഹാറിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ രാമകുണ്ടം ആന്ധ്രാപ്രദേശിലൊക്കെ ഞാൻ കാറിൽ പോകുമ്പോൾ പോലീസുകാർ ട്രാഫിക്കിൽ നിൽക്കുന്നുണ്ടാവും. മണിക്കൂറുകളും ട്രാഫിക്കിൽ നിൽക്കുക, ട്രാഫിക്ക് നിയന്ത്രിക്കുക. എന്താണ് ഭീകരമല്ലേ ആ അവസ്ഥ. അപ്പോൾ ഞാൻ അപ്പോഴും ആലോചിക്കുക, പോലീസുകാരൻ്റെ ആ ഒരു ദുരിതം. ആ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഒരുപാട് ദുരിതങ്ങളുണ്ട്, മനസ്സിലായില്ലേ? എപ്പോഴാണ് വിളിക്കാമെന്ന് പറയാൻ പറ്റില്ല, ചെന്ന് കഴിഞ്ഞാൽ എത്ര സമയം അവിടെ നിൽക്കേണ്ടി വരുമെന്ന് പറ്റില്ല. അങ്ങനെ. എന്നിട്ട് അതിനേക്കാളും ഉപരി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലൊരു വലിയ തകർന്നുണ്ട്. ആ പോലീസുകാരെയൊക്കെ ഒരു പുല്ലുപോലെയാണ്, മനസ്സിലായില്ലേ? അവരൊരു, ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പോലീസുകാരെ പോലെ. ഞാനത് വേറെ കാര്യം കൂടെ പറയാം. എനിക്ക് ചെറുപ്പത്തിൽ ഒരു IPS എടുക്കാനായിരുന്നു ആഗ്രഹം, വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ ഈ സിനിമ അടിപ്പടം കാണും. അപ്പോൾ അമിതാഭ് ബച്ചൻ പോലീസ് ഓഫീസറായിട്ട്, മമ്മൂട്ടി ആവനായിൽ പോലീസ് ഓഫീസറായിട്ട്, ശിവാജി ഗണേശൻ തങ്കപ്പതക്കത്തിൽ പോലീസ് ഓഫീസറായിട്ട്, മനസ്സിലല്ലേ? അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഒന്ന് IPS എഴുതിയാൽ കൊള്ളാം. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്താ വെച്ചാൽ, അതിന് നിൽക്കണ്ട, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന് മെഡിസിന് പോയാൽ പറ്റൂല, മെഡിസിന് MBBS എടുത്തവർക്ക് പറ്റൂല. ഇന്നത്തെ എന്താ വേണമൊക്കെ MBBS എടുത്തിട്ട് വന്നു, അന്ന് അത് പറ്റൂല. അപ്പോൾ പറഞ്ഞ് നീ വെറും ഒരു BA അല്ലെങ്കിൽ MA പോവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാൽ നീ മെഡിസിൻ കയറുന്നാൽ മതി. അപ്പോൾ അത്രയും പോലീസ് ഫോഴ്സിനോടുള്ള ഒരു സ്നേഹവും മതിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഞാനത് പറയാൻ കാരണം. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് 1 നഴ്സുമാർ, 2 ഡോക്ടർമാർ, 3 പോലീസ്. ഏത് സമയം നമ്മൾക്ക് ഒരു ഫാമിലി ലൈഫില്ല, ജീവിതമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചീത്തയും കേൾക്കേണ്ടി വരും, മനസ്സിലായില്ലേ? കാരണം രണ്ടുപേരും ഒരു അളവോളം പറയുമ്പോൾ മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെടുന്നതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും. ഇനി നേഴ്സുമാർ, സാർ അത് പോലീസിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ നേഴ്സ്, പിന്നെ വേറെ കാര്യമുണ്ട്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. എങ്ങനെ ഒരു ഡോക്ടർക്ക് പോലീസുകാരനാവാമെന്നല്ലേ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതുണ്ട്. ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ DSP റാങ്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, DSP എന്ന റാങ്ക് അല്ലേ? പ്രൊഫസർ DSP റാങ്കാണ്. അപ്പോൾ അന്നാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന് അങ്ങനത്തെ ഒരു വഴിയുണ്ടെന്നുള്ളത്. പോലീസ് ആവുകയും ചെയ്യുക, ഡോക്ടറാവുകയും ചെയ്യുക എന്നുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ നേഴ്സുമാരുടെ കാര്യം പറയാം. നേഴ്സും ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക?
നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പറയും നേഴ്സും ഡോക്ടറും തമ്മിൽ എന്താ വ്യത്യാസം? ഒറ്റ വാക്കിൽ പറയാൻ ആൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും പറയണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർക്ക് രോഗമേ അറിയൂ, നേഴ്സിനാണ് രോഗീനെ അറിയണം. സിമ്പിളാണത്. കാരണം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അവിടെ ഇങ്ങനെ ഒപ്പിയിലിരിക്കുമ്പോൾ ഒരു പാർക്കിൻസൺ പേഷ്യൻ്റ് കയറി വരുന്നു, ഒരു ഹെമിപ്ലീജിയ പേഷ്യൻ്റ് കയറി വരുന്നു, അയാളുടെ പേരും ഊരും ഒന്നും ഈ ഡോക്ടർക്ക് അറിയണ്ടാവില്ല അൺലെസ് ഹീസ് എ VIP. നേഴ്സും അപ്പോൾ നമ്മൾ പറയാം അതാ ഒരു പാർക്കിൻസൺ വരുന്നുണ്ട്, അങ്ങനെ നമ്മൾ ഇവർ അഡ്മിറ്റ് ചെയ്യുന്നു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 hours ഇവരുടെ കൂടെ നിൽക്കുന്നത് നേഴ്സുമാരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവരുടെ പശ്ചാത്തലവും അവർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ സാമ്പത്തികവും അല്ലാത്തതും ഒക്കെ അറിയുന്നത് നേഴ്സുമാർക്കായിരിക്കും. അതാണ്. പക്ഷേ നേഴ്സുമാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് പറഞ്ഞു, തിരിച്ചു പറയാം. അപ്പോൾ ഡോക്ടർമാർക്ക് ഇത് അറിയൂ. രോഗമല്ലേ ഡോക്ടർമാർക്ക് അറിയും. നിർഭാഗ്യവശാൽ നേഴ്സുമാർക്ക് രോഗത്തെപ്പറ്റി അറിയില്ല. ഞാൻ പറഞ്ഞ മാഡം ശ്രദ്ധിക്കണം, ഞാൻ റൗണ്ട്സിന് പോകണമല്ലേ, ഈ സിസ്റ്റർമാരോട് ഞാൻ ചോദിക്കും അതെന്താ രോഗമാണെന്ന്. അതവരറിയില്ല. അവരിപ്പോൾ എന്താ വെച്ചാൽ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ധാരണ എന്താ വെച്ചാൽ എന്താ ഡോക്ടർ പറയണേ ആ മരുന്നെടുത്ത് കൊടുക്ക്, ആ ഇഞ്ചക്ഷൻ കൊടുക്ക്, മനസ്സിലായോ, അതിന് അസിസ്റ്റ് ചെയ്യും. അത് ശരിയല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നേഴ്സുമാരുടെ അടുത്താണ് ആദ്യം ഇൻപുട്ട് എടുക്കുക, മനസ്സിലായില്ല. അവർ റൗണ്ട്സിന് പോവും, എന്നിട്ട് അവർ ഇൻപുട്ട് എടുക്കും അല്ലേ, അറിയാലോ സാജിദ്, അപ്പോൾ ഇന്നതാണ് പ്രശ്നം, അപ്പോൾ ഇന്നതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡൻ്റായിരുന്നു. ഇതായിരിക്കും അറിയില്ല. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വൈഡ് റിലീസ് കൊണ്ടുവന്നത് ഞാൻ ഇവിടെ പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അതവിടെ കേട്ടോ. അപ്പോൾ റൗണ്ട്സിന് പോകുമ്പോൾ വലിയ തിരക്കാണ്. അന്നത്തെ കാലത്തൊക്കെ 30-40 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അന്ന് ന്യൂറോളജിസ്റ്റുകളൊന്നും ഇല്ല കേരളത്തിൽ. മലബാറിൽ അന്ന് ഞങ്ങൾ 3 പേരാണ് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ റൗണ്ട്സിന് പോകുമ്പോൾ വേറെ ആരുമില്ല കൂടെ, അവിടുത്തെ ഒരു RMO മാത്രം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് പേഷ്യൻറ്റിനെ ഞാൻ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ അവർക്ക് 5 ദിവസത്തേക്ക് ഈ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കണം. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഈ സിസ്റ്റർ ഞാനിങ്ങനെ ചോദിക്കൂ സ്റ്റീറോയിഡ് കൊടുത്തോ എന്ന്. അപ്പോൾ കൊടുത്തു എന്നും പറയും. അങ്ങനെ ഇത് സ്റ്റീറോയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് 10 ദിവസം 12 ദിവസമായിട്ട്. അവസാനം അവിടെ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു ഡോക്ടറായിട്ടുള്ള, ഇവരുടെ ബന്ധു. ആ ബന്ധു അവിടെ വന്നിട്ട് പറഞ്ഞ് ഇത് നോക്ക്, ഇത് 12ാം ദിവസമാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ, ഇത് നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സിസ്റ്റർ ഇത് പഠിച്ചിട്ടില്ല എന്ന്. മറ്റേ സിസ്റ്ററാണല്ലോ പറഞ്ഞു തരേണ്ട ഡോക്ടറെ, ഇതിപ്പോൾ 5ാമത്തെ ദിവസമായി. കാരണം ഡോക്ടറുടെ തലയിലല്ലോ ഫയലും കേസ് ഷീറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത് സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു തരണം ഇത് 5ാമത്തെ ദിവസമായി, അല്ലെങ്കിൽ ഇത് മരുന്നിന് സൈഡ് എഫക്റ്റ് വന്ന് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് അവർ പറഞ്ഞു തരണ്ടേ. അത് അവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ റൗണ്ട്സിന് പോയിട്ട്. വേറൊരു ഉദാഹരണം കൂടെ ചിലതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് കേട്ട് കാണും. അതായത് ഈറ്റങ്ങൾ പാവങ്ങൾ നേഴ്സുമാർ അന്നത്തെ കാലത്താണ് ഈ സാർ വേറെ രസമുണ്ട്. ഇതിൽ വേറെ റോള് ഗവൺമെൻറ് പ്ലേ ചെയ്തിട്ട്, അത് ഈ ഗവൺമെൻറ് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘവീക്ഷണം ഇതിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് 3 നഴ്സിംഗ് കോളേജുള്ളൂ കേരളത്തിൽ. ഓർമ്മ ശരി, ട്രിവാൻഡ്രം, കാലിക്കറ്റും, പിന്നെ വേറെ അവിടെ 3 ഗവൺമെൻറ്, പ്രൈവറ്റ് ഇല്ല. 2002 ഈ നഴ്സിംഗ് ഇത് നമ്മുടെ സ്വയാശ്രയ മേഖല തുറന്നു കൊടുത്തത് കാരണമാണ് ഇവർക്കൊക്കെ സീറ്റ് കിട്ടി. അതുകൊണ്ട് ഇവരെല്ലാവരും രക്ഷപ്പെടാൻ പോകണം. ഇവരിൽ പലരും നമ്മുടെ എന്താണ് പറയുക രാജ്യം വിട്ടു പോകാൻ നിൽക്കുകയാണ്. ഇവർ ഗൾഫിൽ പോയിട്ട് അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട്, നിങ്ങൾ അമേരിക്ക പോയിക്കോ, എന്താ കാര്യം എന്ന് പറയുമോ, ഇവിടെ ജനസംഖ്യ ഭയങ്കര കൂടുതലാണ്, നിങ്ങൾ പോയി കിട്ടിയ അത്ര നല്ലത്, എന്തായില്ലേ, കുറേ പോട്ടെ സാർ, ജനസംഖ്യ കൊടുക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ഒച്ചയും വിളി. മാഡത്തിന് പറഞ്ഞ കഥ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് എൻ്റെ നാഷണൽ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്ററെ കയറി തല്ലി, ബൈസ്റ്റാൻഡർ സിസ്റ്റർ കയറി തല്ലി, കയ്യേറ്റം. ഇപ്പോൾ അറിയാലോ കയ്യേറ്റം സ്ഥിരം നടക്കുന്നുണ്ട്, അന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഓടിച്ചെന്നപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ രസകരമാണ് സ്ഥിതി. ഈ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ രാവിലെ ചെല്ലുന്നു കാപ്പിയായിട്ട് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൺകുട്ടിയാണ് ചെല്ലുന്നത്, നിർഭാഗ്യവശാൽ പെണ്ണാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ആൺകുട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അവിടെ ഇരുന്ന് മുടി വീണ്. പറഞ്ഞപ്പോൾ സാർ ഇവർ മേക്കപ്പ് ഇടാൻ പാടില്ല കേട്ടോ, ഇവരെ ലാസ്റ്റ് മേക്കപ്പ് ദിവസം അത്. ഇത് കഴിഞ്ഞാൽ സിസ്റ്റർമാർ മേക്കപ്പ് ഇടാൻ പാടില്ല, ക്യാമ്പസിൻ്റെ ഉള്ളിൽ മേക്കപ്പ് ഇടാൻ പാടില്ല, ജോലിയിലെ സമയത്ത് മേക്കപ്പ് ഇടാൻ പാടില്ല. കാരണം ഇവിടെ ഇട്ടവരൊക്കെ കാണുമെന്ന് ഞാൻ ഇവിടെ മേക്കപ്പൊക്കെ ഞങ്ങൾക്ക് കണ്ടാൽ ഞങ്ങൾക്ക് വേഗം മനസ്സിലാവും, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നിടാമല്ലോ, ഇന്നിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചോദ്യം
എന്താ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കാപ്പിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്ററോട് ചോദിച്ച് അച്ഛൻ എങ്ങനെയുണ്ട്, അയാൾ ICCU ബെഡിൽ കിടക്കുകയാണ്, സൈലൻ്റായിട്ട് സുഖമായിട്ട് കിടന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ പറഞ്ഞു. ഈ പയ്യൻ അവിടെ പോയി നോക്കിയപ്പോൾ അച്ഛൻ മരിച്ചിടക്കുക. പോരെ, എന്താ ബഹളം, അച്ഛൻ മരിച്ചിടക്കുന്ന അച്ഛനെ സിസ്റ്റർ നേഴ്സ് കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞിട്ട് അവൻ കയറിയിട്ട് ഒരു അടി കൊടുത്തു സിസ്റ്റർ. അതോടുകൂടി അവിടെ ബഹളമായി. അങ്ങനെ അപ്പോൾ ഞാൻ വരുന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഈ കഥ പറഞ്ഞു, ഇവർ ഇങ്ങനെയാണെന്ന്. ഞാൻ എടുത്തു വയ്ക്കും പറഞ്ഞു, ഞാനാണെങ്കിൽ 2 എണ്ണം കൊടുത്തേനെ, ഒന്നല്ല അപ്പുറത്ത് ഇപ്പുറത്ത് തുറന്ന് കൊടുത്തേരുന്നു. അതോടുകൂടി ബഹളം അവിടെ വെച്ച് നിന്ന്. അവർക്കിപ്പോൾ വേണ്ടെന്നറിയോ, അതിനാണ് തർക്കം നടക്കണം, അടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കമല്ല ഇത് പറഞ്ഞു. പക്ഷേ അന്ന് അതൊക്കെ അവരോടും പോയി, ബോഡിയൊക്കെ ആയിട്ട് പോയി. വൈകുന്നേരം കൊണ്ട് നേഴ്സസ് അസോസിയേഷൻ വരുന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് അവരെൻ്റെ അടുത്ത് പറയും, ഡോക്ടർ അവിടെ ഞങ്ങൾ അപമാനിച്ചു, തല്ലി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, നിങ്ങൾ മരിച്ചു കിടക്കല്ലേ, ഇതിൽ എന്ത് അഭിപ്രായം, എന്താ നമ്മൾ പറയാനുള്ളത്? ഇത് അതിനെക്കാട്ടും വലിയ വിഷയമായി പോകാനാ. ആശുപത്രിക്കും പ്രശ്നം, ഡോക്ടർമാർക്കും പ്രശ്നം, എല്ലാവർക്കും. അപ്പോൾ തൽക്കാലം അങ്ങനെ പറഞ്ഞതുകൊണ്ട് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ. കാരണം ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്താണത്. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്താണ്. ആ ചെറിയൊരു മേഖലയിലാണ് നിങ്ങളുടെ കാര്യപ്പെട്ട ഓപ്പറേഷൻ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ മറ്റേ കത്രിക വെച്ച് മറന്നുപോയി എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെയാണല്ലോ, സിസേഴ്സ്. അപ്പോൾ ഗിരീഷ മൂപ്പര് ENT സർജനാണ്, സിസേഴ്സ്. അപ്പോൾ സിസ്റ്റർ തിരിച്ചു വാങ്ങണം സിസേഴ്സ്. ഗിരീഷ് സിസേഴ്സ് ഇങ്ങനെ പിടിച്ചൊക്കെ ഉണ്ടാവും, തിരിച്ചു വാങ്ങണം. സിസ്റ്റർ വാങ്ങിച്ചവിടെ വെക്കണം. അതിന് വേറെ ഗിരീഷ് വയറ്റിലിട്ട് പോകുന്നതല്ല. പിന്നെ ഗിരീഷ് വയറ്റിലിട്ട് പോരില്ല, കാരണം ENT സർജൻ ആയതുകൊണ്ട് ഗിരീഷ് മൂക്കിൽ വെച്ചിട്ടേ പോരുള്ളൂ. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം പ്രത്യേകിച്ച് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും സ്റ്റഡി ടു ഗോ ആണ് നിൽക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇന്ന് പാസ്സാവുന്ന BSc MSc നഴ്സുമാർ ആയിട്ട് പാസ്സാവുന്ന അവർക്ക് നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. ഫോറിനിൽ പോണതിനൊന്നും ഞാൻ എതിരല്ല, ഫോറിനിൽ പോകേണ്ടവർ ഫോറിനിൽ പോട്ടെ. എന്താ, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ PSc എഴുതിയിട്ട് പിന്നെ മറ്റേ ലീവ് എടുത്ത് പോക്ക് ഞങ്ങൾ അന്വേഷിച്ചില്ല. ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട് സർ, എയ്ഡഡ് കോളേജിൽ ജോയിൻ ചെയ്താൽ പിന്നെ അവിടെ നിൽക്കണം, പിന്നെ ലീവ് എടുത്ത് പോക്ക് പറ്റില്ല. ഞങ്ങൾ സ്ഥിരം തർക്കത്തിലാണ് ഗവൺമെൻറ്റായിട്ട് ഈ ലീവ് എടുത്ത് പോക്കുന്നതിനെ പറ്റി, അറിയാലോ. അപ്പോൾ ആ നിലക്ക് എല്ലാ നിലക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മുടെ പെരിന്തൽമണ്ണ DYSP ആയിട്ടുള്ള നമുക്കെല്ലാം വേണ്ടപ്പെട്ട അദ്ദേഹത്തിനും നമ്മൾ തലവേദനയും മാറും, ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ശ്രീ സജീവിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ഞാൻ തിരിച്ച് OP-ലോട്ട് പോകുന്നതാണ്. താങ്ക് യു. Thank you, sir. It's give me immense pleasure to introduce our chief guest to this special event. We are truly honored by your presence today and I welcome you, sir. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രൊഫസർ ഡോക്ടർ PA ഫസൽ ഗഫൂർ സാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കോളേജിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയും ആ ഗ്രാജുവേഷൻ സെറിമണിയിൽ നിങ്ങൾക്ക് അത് നൽകുന്നതിനായി ഇവിടെ എനിക്ക് വരാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച MM അഷ്റഫ് സാർ, വൈസ് പ്രസിഡന്റ് MES കേരള, അതുപോലെ ഡോക്ടർ V നിർമ്മല അവർകൾ, പ്രിൻസിപ്പൽ MES കോളേജ്, ഡോക്ടർ ഗിരീഷ് രാജ്, ഡീൻ MES മെഡിക്കൽ കോളേജ്, ഡോക്ടർ മുഹമ്മദ് സാജിദ്, മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് MES മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഹമീദ് ഫസൽ, മിസ് രഞ്ജിനി കൃഷ്ണൻ, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന മിസ്റ്റർ ഹിലാൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ റഹീം ഫസൽ സാർ, പ്രിയപ്പെട്ട നേഴ്സിംഗ് സ്റ്റുഡൻസ്, ഇന്നത്തോടു കൂടി ആ സ്റ്റുഡൻ്റ് എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മാറുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ഡിയർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മൾ എല്ലാവരും സമൂഹത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സേവിക്കുന്നവരാണ്. ആ സേവനത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്
ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിലെ ഒരു ക്രോസ് സെക്ഷനോ എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു സമൂഹത്തെ സേവിക്കുന്നതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 വിഭാഗങ്ങളാണ്. മറ്റു വിഭാഗങ്ങൾ അതിലില്ല എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഭാവിയെ കെട്ടിപ്പടുത്തുന്ന ഒരു വിദ്യാഭ്യാസ മേഖല, എന്നെയും നിങ്ങളെയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിന് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും പകർന്നു തരുന്ന ഒരു വിദ്യാഭ്യാസ മേഖല ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നതാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ആരോഗ്യമേഖല ഒരു സമ്പന്നമായ ഒരു ജനതയെ, സമ്പന്നം എന്ന് പറയുന്നത് സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ കണക്കാക്കുന്നത് എക്കോണമി, ക്യാഷ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു സമ്പത്ത് എന്ന് പറയുന്ന ആരോഗ്യക്ഷമതയുള്ള ഒരു ജനത എന്ന് പറയുന്നതാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത്. അങ്ങനെയുള്ള ഒരു സമ്പത്തുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ആരോഗ്യമേഖല എന്ന് പറയുന്നത്. ആരോഗ്യമേഖല എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ആളുകളാണ് നേഴ്സസ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ രോഗത്തെക്കുറിച്ചറിയുന്നവരും രോഗിയെക്കുറിച്ചറിയുന്നവരും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംവിധാനം രൂപപ്പെട്ടു വരുന്നത്. അദ്ദേഹം പറഞ്ഞു തന്ന വളരെ പ്രസക്തമായുള്ള കുറച്ച് കാര്യങ്ങളാണ്. മരുന്ന് എഴുതി കൊടുക്കുന്നു, പക്ഷേ ആ മരുന്ന് കൃത്യസമയത്ത് കൃത്യമായ ഡോസിൽ കൊടുക്കുന്നില്ല എങ്കിൽ പിന്നീട് ആ രോഗിക്ക് അതിൽ നിന്ന് മോചനമില്ല എന്ന് പറയുന്നത് പോലെ രോഗത്തെ നിർണ്ണയിക്കുകയും രോഗിയെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഘടനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ നേഴ്സസ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാവുന്നതാണ്, നേഴ്സുമാരുടെ സമരം ഉണ്ടായിരുന്നു കേരളത്തിലൊട്ടാകെ. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. തൃശ്ശൂർ ആണ് ഏറ്റവും കൂടുതൽ. ആ സമയത്ത് ഞാൻ തൃശ്ശൂർ ACP ആയിരുന്നു. നമ്മൾ അന്ന് കണ്ടതാണ്, ഡോക്ടർ മാത്രം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടുത്തെ ആരോഗ്യ മേഖല പൂർണ്ണ സജ്ജമല്ല എന്ന് നമ്മളന്ന് മനസ്സിലാക്കിയതാണ്. എത്രയോ പേരാണ് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോകുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുകയും അധ്വാനിക്കുകയും എല്ലാം ചെയ്ത് നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് വിദ്യാഭ്യാസം കിട്ടി. ഇന്ന് നിങ്ങൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണതയിലെത്തി. നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണി നടക്കുകയാണ്. ഈ സമയത്തെല്ലാം തന്നെ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സേവനം ഇനിയാണ് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്, മറ്റുള്ളവരെ എങ്ങനെ സേവിക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ ഇതര മേഖലകളെ അപേക്ഷിച്ച് ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ആ പേഷ്യൻറ്റിനും അല്ലെങ്കിൽ കൊണ്ടുവരുന്ന അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള പ്രതീക്ഷ ജീവിനോടെ തിരിച്ചു വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ രോഗം മാറി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏതാണ്ട് 99% ആളുകളും ഹോസ്പിറ്റലിൽ വരുന്നത്. അവിടെ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഭിത്തികളിലല്ല, അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രക്ചറുകളിലല്ല, മറിച്ച് അവിടെ സേവനം ചെയ്യുന്ന ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ നേഴ്സുമാരുടെയും ആ കഴിവിലാണ്. ആ കഴിവാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ ഈ അവസരത്തിലുള്ളത്. മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ പോലെ തന്നെ 10ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഒരു 20-21ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും അടക്കം വിവിധ മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമുണ്ട്. അപ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിൽ നിന്നെല്ലാം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും ചിലപ്പോഴെല്ലാം നമ്മുടെ ഈ സംവിധാനം അത് കുറ്റമറ്റ രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായ രീതിയിൽ പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ളത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ആയിരിക്കാം ഒരു പക്ഷേ എനിക്കത് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എന്നുള്ള നിലയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ കൈകാര്യം അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും നമുക്കറിയാം, ഈ പലപ്പോഴും പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ അറിവ്, നമ്മുടെ അറിവുകൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അതിന് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തതോടുകൂടി സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസപരം, അതായത് നമ്മുടെ സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ കിട്ടുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന്
അതിലുപരിയായി ഒരുപാട് വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ നോളജുകൾ നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. ഈ പലപ്പോഴും ചില അവസരങ്ങളിലെങ്കിൽ പോലും നമ്മൾ കേസുകൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക്, കാരണം ഭാവിയിലേക്ക് നിങ്ങൾ പോകുന്ന ആളുകളാണ്, പല 1-2 കേസുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ചില അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു നഷ്ടം സംഭവിക്കാനുള്ള മനഃപൂർവ്വമല്ലാതെ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കെങ്കിലും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളായിട്ട് അത്തരത്തിലുള്ളൊരു അശ്രദ്ധ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്, ഒരു ജീവൻ്റെ വിലയാണ്. അപ്പോൾ അത് നമ്മളെ ഒരു ആപ്തവാക്യമാക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായിട്ടുള്ള അസുഖങ്ങൾക്ക് മാത്രമല്ല, പലപ്പോഴും നമ്മൾ പോലീസ് പിടിച്ചു കൊണ്ടുവരുന്ന പ്രതികളായാലും മറ്റുള്ളവരുടെ ആയാലും നമ്മൾ എപ്പോഴും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. ഈ സമയത്തൊക്കെ ഡോക്ടർമാരും ഹോസ്പിറ്റലും നേഴ്സുമാരും നമ്മളെ ഒരുപാട് ആ കാര്യത്തിൽ സഹായിക്കുന്നവരാണ്. വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും വേണ്ട രീതിയിൽ അത് പുരോഗമിപ്പിക്കുന്നതിനൊക്കെ പലപ്പോഴും ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഒരു ദിവസത്തിൽ എനിക്ക് തോന്നുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു പ്രിസണറെ, പ്രത്യേകിച്ച് ഇപ്പോൾ റിമാൻഡ് ചെയ്യുന്ന പ്രിസണർ മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തണം, വൈദ്യപരിശോധന നടത്തണം, മദ്യപിച്ചവരോട് കൊണ്ടുവരണം, അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആളുകൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലുമായിട്ട് ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് പോലീസ് എന്നുള്ളത് കൊണ്ടും വളരെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരങ്ങളുള്ള ഒരു മേഖലയിലാണ് നമ്മൾ 2 കൂട്ടരും വർക്ക് ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ എമർജൻസി എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്കിതിനെ കാണേണ്ടി വരുന്നുണ്ട്. നിങ്ങളും ഇതൊരു സർവീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടെ രീതിയിൽ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ മേക്കപ്പ് ഇടാൻ പോലും നമുക്ക് അതിനകത്ത് നമ്മുടെ വ്യക്തിപരമായുള്ള സ്വാതന്ത്ര്യത്തിൽ കടന്നു വരുന്ന ആ രീതിയിലുള്ളൊരു ജോലിയിലാണ് നിങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. ആ ജോലിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമുക്കറിയാം, കണ്ടുവരുന്ന ഒരു പ്രവണത പലപ്പോഴും പ്രത്യേകിച്ച് നേഴ്സുമാർ എന്ന് പറയുമ്പോൾ മിക്കവാറും ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എല്ലാവരും സാർ പറഞ്ഞതുപോലെ ഗൾഫിലോട്ട് വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. നല്ല കാര്യങ്ങളാണ്, കാരണം നമ്മൾ ചിന്തിക്കുന്നത് പ്രോഗ്രസീവായിട്ടാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എവിടെയായാലും, ഏത് മേഖലയിലായാലും, അത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിലായിക്കോട്ടെ, നമ്മുടെ നാട്ടിലായിക്കോട്ടെ, മറ്റുള്ള എവിടെയായാലും ആ ജോലിയിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത കാണിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയാണ് പ്രത്യേകിച്ചും ഈ നഴ്സിംഗ് മേഖല അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നിന്ന് നമ്മളതിനെ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പോലീസിൽ റിസ്ക് കൂടുതലാണ്, അതിനേക്കാൾ റിസ്ക്കാണ് പലപ്പോഴും ആരോഗ്യ മേഖലയിലുള്ളത്. കാരണം ആ ഒരു മാനസികമായിട്ടുള്ള, പലപ്പോഴും ഒരു ക്രൈസിസിൽ വരുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനും ഉള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത്, അത് വളരെ ആ മാനസികമായ സമ്മർദ്ദം താങ്ങാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന കാലഘട്ടത്തിൽ പോലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല. കാരണം ആളുകൾ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പോകുന്നത്. നിസ്സാരമായ കാര്യങ്ങൾ പോലും അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാതെ പലപ്പോഴും അത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് പണ്ട് കാലങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നു ഞാൻ SI ആയിരിക്കുന്ന കാലത്തോ അതിന് മുമ്പൊന്നും ഹോസ്പിറ്റലുകളിൽ നമുക്കൊരിക്കലും അതൊരു അക്രമങ്ങളൊന്നുമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ പരിഭാവനമായ ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അവിടെ യാതൊരു തരത്തിലുള്ള അക്രമങ്ങൾക്കും പ്രസക്തിയില്ല, അവിടെ രോഗികളെ ചികിത്സിക്കുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും പല സംഭവങ്ങളിലും ഡോക്ടർമാരെ വരെ കയ്യേറ്റം ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു 100% ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും അത്യാവശ്യമാണ്. അത് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ആ സന്നദ്ധത ഉള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ ജോലിയിലേക്ക് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ ഡോക്ടർ, നേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സിബിളായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയല്ല. കാരണം അവരുടെ മാനസികാവസ്ഥ സർവീസിലുടനീളം വച്ചു പുലർത്തേണ്ട ആ ഒരു മാനസികാവസ്ഥയാണ്. അത് നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും വളരെ
പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ മേഖലയിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കാതലായുള്ള ഒരു കാര്യം. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്, ഈ നഴ്സിംഗ് സംവിധാനം അല്ലെങ്കിൽ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഈ മേഖലയിൽ നിങ്ങൾ ജോലിയെടുക്കുമ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് ഒരുപാട് സർവീസ് നൽകുന്നുണ്ട്, അതുപോലെ മറ്റ് മേഖലകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിയമം, ഇപ്പോൾ ജൂലൈ 1 മുതൽ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. പഴയ നിയമങ്ങൾ തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ നിയമങ്ങൾ വന്നു. അപ്പോൾ അതിനകത്ത് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ഒരു സർവീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റ് കഴിഞ്ഞ നിയമത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിറ്റി സർവീസ്, അതായത് ചില കുറ്റകൃത്യങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് ആകാം. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? ഓരോ പൗരനും നമ്മുടെ രാജ്യത്തിനോടായാലും സമൂഹത്തിനോടായാലും അതിനോടൊരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നൽകുന്ന കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, അതിനെ വിലമതിക്കാനാകാത്തതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളമല്ല ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. നമുക്കറിയാം, നമ്മൾ ഒരു ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നു, അപ്പോൾ അതിനകത്ത് ഇഞ്ചക്ഷൻ ഉണ്ടാവും, ആൻറ്റിബയോട്ടിക് കഴിക്കാനുണ്ടാവും, ചിലപ്പോൾ സമയത്തിന് എടുത്തു തരേണ്ടതുണ്ടാവും. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പേഷ്യൻ്റ്, നമ്മുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും ഉറക്കമൊഴിച്ച് സർവീസ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് നേഴ്സസാണ്. അതുകൊണ്ട് ഈ ഒരു മേഖല നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ വളരെ വിലപ്പെട്ടതാണ്. അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ നിങ്ങളുടെ സ്റ്റുഡൻ്റ് എന്നുള്ളത് മാറി നിങ്ങളിനി സമൂഹത്തിലെ ഒരു ദാതാ സർവീസ് പ്രൊവൈഡേഴ്സായിട്ട് മാറുകയാണ്. അതിന് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രാജുവേഷൻ നടക്കുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായുള്ള കർത്തവ്യം. ഇന്നലെയാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം വരണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില അടിയന്തര സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു മേക്ക് ഓവറിൽ അല്ലെങ്കിൽ ചേഞ്ച് ഓവറിലാണ് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനും നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായത്. എന്തായാലും ഈ പ്രോഗ്രാം നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിലൊരു അവസരത്തിൽ ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് കിട്ടിയ അവസരത്തിനും ഞാൻ ഇതിൻ്റെ സംഘാടകർക്കുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable words. I request our chief guest and other dignitaries to illuminate the lamp as a symbol of our unity and prosperity. May I request all our dignitaries to occupy the seats. And I would like to request Dr. P.A. Fasal Ghafoor sir to honor our chief guest. Thank you, sir. All of you please occupy the seats. Ladies and gentlemen, the most awaited moment. Yes, now it's time to receive your code of ethics as a symbol of accomplishment. I request all graduates to stand up for receiving code of ethics and mementos. I request our honorable chief guest and all dignitaries to award code of ethics and mementos to our graduates. Candidates receiving code of ethics and mementos, please come forward as your name is called. I invite our chief guest, Sri Saji K.K. Sir, for awarding code of ethics for our graduates. Simi Surendran,
Swarnamega CT, Ashwati Krishnan, Neelu C, Harsha CP, Abhaya P, Harsha VM, Varsha N, Jishna Prakash, Raymol Babu. Now I request Dr. Girish Raj, our Dean, to deliver the oath and mementos. Brindamol MV, Amrita MM, Shahanaz AH, Rahul TV, Aksar John, Naz Begum, Vignesh A, Anamika S, Muhassina AM, Jofike Joy, Bessie C. Paulos, Anaga Raji, Salva Nilufar Ennam, Abarna KP, Juhaina Parveen P, Seenat, Tenjini Krishnan, Adulya Vivi, now I request Dr. Sajid Muhammad to give the oath and mementos. Joshua Miniyadan,
Janine CA, Anshid Mon M, Shibila PP, Anjima E, Anita Baby, Arunima P, Fatima Shibini, Sainaba Shirin, Now I request MM Ashraf sir to deliver the code of ethics and mementos to the graduates. Shabana Shazi. Krishna SB. Kriba SB. Alenta Kuduvila. Arshila KA. Adira Ashraf. Sahana Sharon K. Afifa Shan. Now let me introduce Mr. KK Kunyamoidin, MBS General Secretary in this occasion, and I would like to invite Sir to deliver the oath and mementos to the graduates. Brida Babu, Rifana Rinsi, Nishana Nasrin, Dilna Shaukat, Needu Shoji. Sandra Alex. Jolit Maria George. Lidina TJ. Hisana V. Anita Joseph. Ashwini Krishna R. Teresa Maria Shibu. Farshad Sani. Salva Farvinti. Thank you all. Please occupy the seats. Throughout
her tenure as principal. Dr. Nirmala V has an exemplified dedication, leadership, and a profound commitment to academic excellence, the overall ever-being of our students. Now I request Dr. Nirmala V, Principal, MES College of Nursing, to deliver the oath and kindly request all the graduates to raise your hands. I solemnly pledge myself before God and in the presence of this assembly to practice my profession with dedication. I will serve mankind with love and compassion, recognizing their dignity and rights, irrespective of color, caste, creed, religion, and nationality. I will endeavor to maintain up-to-date knowledge and skill to uphold the standard of nursing care to individual, family, and community in all settings and in all aspects of holistic care. As a member of the healthcare team, I will hold in confidence personal matters of any clients committed to my care and help them to develop confidence in care rendered by me. I will refrain from any activity that will harm my personal and professional dignity as a nurse. I will actively support my profession and strive towards its advancement. I will fulfill my responsibilities as a citizen and encourage change towards better health. Thank you. Dear graduates, as we mark the significant milestone in your academic journey, we will now proceed with the tradition of changing your tassels on your cap. Undergraduate, please take this moment to move the tassels to the left side, and master degree recipients start the tassels on the left side and leave it throughout the entire ceremony. You can tassel your tassels. Thank you. Please be seated. Now it's time to honor our graduates for academic excellence. So kindly I request Dr. Girish Raj, our Dean, to give away the prizes. It's my pleasure to welcome our final year toppers. From MSc Nursing, I invite Mrs. Ashwati Krishnan for receiving a first position.
Thank you, sir. Next, I call upon Muhammad Sajid sir to give away the award for students. Moving upon overall toppers from MSc Nursing, Mrs. Ashwati Krishna. Nursing, first position goes to Miss Alina John. Second position, Miss Amida P. Third position is secured by Miss Vaishnavi K. From Post Basic BSc Nursing, first position is secured by Miss Rifa M. And second position is secured by Shifa V. From Post Basic BSc Nursing, first position is secured by Miss Rifa M. Second position is secured by Shifa VT. And the third position goes to Miss Anija KJ. From 4th semester BSc Nursing, I welcome Miss Alina Shaji for receiving her first prize. Second position is shared by Miss Isra and Miss Feba. Third position is also shared by Miss Anne Maria TP and Miss Amira Bashir.
Thank you, sir. Now I call upon Dr. Nirmala V, Principal of MES College of Nursing, to give away the award for students. From third semester BSc Nursing, I welcome Ms. Alina Shaji for receiving award for first position. Second position goes to Mr. Rohit C. The third position goes to Ms. Haba. Moving on with second semester BSc Nursing, I welcome Miss Najma Fida for first position. Second position is shared by Miss Tansila Siti and Aira Asainar. And third prize goes to Miss Gobika M. Next, from Post Basic BSc Nursing, first position goes to Miss Brinda Mol MB. Moving on to the overall toppers from Post Basic BSc Nursing, first position goes to Miss Brinda Mol MD. Second position goes to Miss Aripriya AS. And third position goes to Miss Raymol Babu. Now it's time to call up overall toppers from BSc Nursing students. I welcome Miss Ranjini Krishnan to receive the first position. Miss Alvi Thomas secured her second position in S overall toppers from BSc Nursing. And the third position is secured by Miss Anamika S. Thank you, ma'am, and congratulations to all the winners. Success is not a destination that we reach, it's a quality of our journey. Recognizing this dedication by awarding the student with Best Outgoing Student Award, the most prestigious and most awaited award ceremony of this year. To give this most awaited award, with pleasure, I call upon Chief Guest of the Day, Sri Sajeev KK, DYSP of Police, Perindalmanna Division. Please welcome you, sir. From MSc Nursing, the Best Outgoing Student Award goes to Mrs. Ashwati Krishnan.
I invite our Dean, Dr. Girish Raj. He has been an instrumental leader in our guiding our MES Academy of Medical Sciences with a dedication and vision. His unwavering commitments to academic excellence and student success has been a source of our inspiration. Once again, I welcome you, sir, to deliver the message to our graduates. Thank you. Good afternoon. Most respected Chief Guest of the day, DYSP Sri Saji, sir, our presiding officer and director and president of the MES Academy of Medical Sciences, the MES Kerala, Fazal sir, our vice president of MES Kerala and convener of the nursing and paramedical institution in this campus, Ashraf sir, medical superintendent Dr. Sajid, principal of College of Nursing Dr. Nirmala, all the faculty members who have stood by the students to cherish their dream of becoming a graduate, doting parents who have seen their mission accomplished today, graduates, other invited guests, students, and members of the MES family. It gives me immense pleasure to be here and addressing this batch of graduates, both postgraduates and graduates. I wish to convey congratulations to all the award winners and the academic winners from the students and staff of the MES Medical College. Today is a great beginning, as told by Mr. Ashraf sir, that as we enter a 20th year of inception of this campus, which was a dream come true for the Muslim Educational Society way back in 2003. We are all honored, Dr. Sajid and myself especially, to be a part of this institution for the past 20 years. Thoughts go back in the year 2023. It was an April 24th, if I remember right, Dr. Sajid, when we first came here. We came as colleagues from Kasturba Medical College, Manipal, and we came and joined here. And each year brings so much of joy and accomplishment when we see students passing out, not just students passing out from an institution, because having been associated with the Muslim Educational Society for the last 2 decades, I would say you are all fortunate that you are an alumni of an institution run by a charity society which looks after not only the social well-being of the community, secular and gender equality. That is something which should stand out, my dear graduates, when you are decorated today with a degree painted by the philosophy of the MES Academy of Medical Sciences and its management. Tattoo yourself with a thought. Carry with you all the principles for which this institution has stood for. Because, as I say to our graduates of the medical college, you are the ambassadors of this institution. I'm sure that every quality what a nurse should have has been taught to you, not only in the theory classes, but I'm sure that by the dedicated faculty members of this institution, through their hard work and the examples set by the management of the Muslim Educational Society. It is very easy to get knowledge, imbibe information through all social medias which are available. But here is a campus which teaches you how to live your life, not only as a nurse, a doctor, or a paramedical or a dental person, but as a human being. My only request to all you graduates is that carry on this flame of doing social work. Keep a small time
in your busy schedule as a specialist in whatever you will be in years to come, keep a little time for some social work. I think that is a big message what this MES Academy of Medical Sciences, I am sure, has sent and shown you that devote some amount of your valuable time, a very little, say about 5 to 10% at least, to serve for a social cause. You all stand a very high chance of getting into higher levels of education, higher levels of opportunities, but always remember, don't miss out on that social responsibility what you have towards your community and the institution which has carried you. Keep the flame of the MES flying high. We would always love to have you all as distinguished alumni of the MES Academy of Medical Sciences. On behalf of all the staff and students of the MES Academy of Medical Sciences, I wish you all the best. God bless you all in your pursuit of higher levels of education and employment. I wish to thank the principal, Dr. Nirmala, for giving an opportunity to address all of you. Thank you one and all. Thank you, sir. I am extremely overwhelmed with the presence of Dr. A. Mohammad Sajid, Medical Superintendent, MES Medical College Hospital. I welcome Dr. A. Mohammad Sajid to give message to the graduates. Good afternoon, everyone. Respected distinguished guest, Sajeev sir, respected Director Fasal sir, Senior Leader of MES, Ashraf sir, respected Dean, respected Principal of MES Nursing College, dear parents, faculties, teachers, and of course the stars of the day, our dear graduates. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിന്നും നിങ്ങൾ പാസ് ഔട്ടായി പോകുന്നത് കാണാനും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച നഴ്സിംഗ് കോളേജ് അധികൃതർക്കും പ്രത്യേകിച്ച് നിർമ്മല മാഡത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ടൈം, ഭക്ഷണം കഴിക്കാനൊക്കെ തയ്യാറാകുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവിടെ സജീവ് സാറ്, ഫസൽ സാറ്, ഡീൻ സാറ്, അഷ്റഫ് സാർ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ കൂടുതലായിട്ട് ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അതിൽ നിന്നും ഇനിയും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാളും നമ്മൾക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തതയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി ഇനിയും പഠിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ആറ്റിറ്റ്യൂഡ് ടു ലേൺ, അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. അത് ഗ്രാജുവേറ്റ്സ് ആവട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആവട്ടെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഈ ലേണിംഗ് പ്രോസസ്സ് നമ്മൾ മരിക്കണ കാലത്തോളം നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളെന്ന് പറയാൻ കാരണം ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളുമായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാം. അതേപോലെ തന്നെ എൻ്റെ പോലെ തന്നെയും നിങ്ങളും അതുപോലെ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് മരണം വരെയും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളെ ജീവിതകാലത്തിൽ മുഴുവനും നമ്മൾക്കുണ്ടാകണം. അതാണ് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫ്, പേഴ്സണൽ ലൈഫ്, അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്സിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവർ നേരിടുന്ന ഓരോ ദിവസവും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടണമെങ്കിൽ നമ്മൾക്ക് മാനസികപരമായ ഒരു കഴിവ് മാത്രമല്ല വേണ്ടത്. അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ നോളജാണ്. നേരത്തെ ഫസൽ സാറ് പറഞ്ഞിരുന്നു, ആ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോളജ് ഇല്ലാത്ത കാലത്തോളം നമ്മൾ വെറുതെ ഒരു അടിമ പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അതല്ല സത്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ആശുപത്രിയിലും രോഗികളുടെയും കെയറുമായി ബന്ധപ്പെട്ടിട്ട്
ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് രോഗികളുടെ കെയറിൽ എടുക്കാൻ ഏറ്റവും കൂടുതൽ എംപവർ ചെയ്തിട്ടുള്ളത് നഴ്സസിനെയാണ്. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നേരത്തെ സാർമാരൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് കുറച്ചുകൂടി രോഗികളുമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും മറ്റും ഉള്ളത്. ബട്ട് ഇഫ് യു ഗോ ഔട്ട്സൈഡ് യു വിൽ സീ ദാറ്റ് ദ ഇൻവോൾവ്മെൻറ്റ് ഈസ് മച്ച് ലെസ്. അപ്പോൾ അവിടെ ഒരു നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷണർ അങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അങ്ങനെയൊക്കെയുള്ള ആ പോസ്റ്റുകളിലോട്ട് നമ്മൾ എങ്ങനെ എത്തിപ്പെടുക? നമ്മളുടെ നോളജ്, ആ നോളജ് ബേസിക്കിൽ നിന്നും ഉള്ള ഒരു നോളജിൽ നമ്മളത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ആ ലെവലിലോട്ട് എത്തുള്ളൂ. പലരും നിങ്ങൾ പുറത്തു പോകാനൊക്കെ നിൽക്കുന്നവരാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് നാൾ നമ്മളുടെ ഇന്ത്യയിലൊക്കെ തന്നെയുള്ള നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ കുറച്ച് നാൾ വർക്ക് ചെയ്യണം. ഒപ്പം നിങ്ങളെ ബിൽഡപ്പ് ചെയ്ത് ഈ ഒരു ലെവലിലാക്കിയെടുത്ത ആശുപത്രിയും നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. നിങ്ങൾ നേടിയിട്ടുള്ള ആ ഒരു നോളജ് നിങ്ങൾ ആ ലെവലിലോട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിവിടെ ഒരുപാട് ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ നല്ല മാർക്കുകളും റാങ്കുകളോടും ഒക്കെ കൂടി പാസ്സായിട്ടുള്ള ആൾക്കാരോട് കൂടിയാണ് പറയണത്. അതിന് റാങ്കൊന്നും ഒരു പ്രാധാന്യമല്ല. പക്ഷേ എന്നാൽ തന്നെയും ആ ഒരു ലെവലിൽ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എംപവർ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു ആഗ്രഹവും. അങ്ങനെയുള്ള എംപവേർഡ് ആയിട്ടുള്ള നഴ്സസായി നിങ്ങൾ ആയി തീരുവാനുള്ള എല്ലാ പ്രാർത്ഥനയും എൻ്റെ സൈഡിൽ നിന്നും. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ടൈം. താങ്ക് യു. Thank you, sir. The reflection of beautiful memories throughout the academic year and to share those experiences with us. Let me introduce and invite Ms. Renjini Krishnan, 16th batch BSc Nursing, as student representative for reminiscence. Respected dignitaries on and off the dais, parents, teachers, and my loved ones. Good afternoon to all. Time has a way of slipping through our fingers like sand, but the memories that we hold dear remains etched in our heart, as vivid as the day it happened. As I stand here today, surrounded by those familiar faces and echoes of laughter that has filled here for the past 4 years, I can't help but feel a wave of nostalgia wash over me. This journey from the first day of September 18, 2019 to this momentous occasion has been a tapestry woven with countless threads of learning, growing, and unforgettable memories. And we look back on this chapter of our life, we are filled with profound sense of gratitude for the experiences that have shaped us into what we are today. We are provided with better facilities for learning, like libraries, laboratories, and outpostings to meet our academic requirements. Since our institution is attached to a medical college, we have tremendous opportunities for collaborative learning, shared resources, and vast clinical experiences. On this occasion, we are remembering our management, our principal, Dr. Nirmala V, and our dedicated faculties, those who has created a positive environment for our personal and professional growth. We wouldn't be standing here right now without the unwavering support of our family and friends. Thank you for creating a nurturing and inspiring environment where we could grow, learn, and find out our passions. As we embark on the new chapter of our life, we carry the lessons, friendships, and the memories that we made here. Thank you all for being the part of our beautiful journey. Thank you. Thank you, Ms. Ranjini. Gratitude is not only the greatest of virtues, but the parent of all others. I heartily invite Mr. Ilal Ennai, Associate Professor, MES College of Nursing, for a vote of thanks. Respected dignitaries on and off the dais, dear colleagues, parents, and my dear students, a warm and hearty wishes to all. Today's graduation ceremony, which was really a memorable ceremonious event, is nearing to its conclusion. And I am standing before you to express a word of gratitude from all of us here in MES College of Nursing. I take this opportunity to thank
each and every one of you for making it convenient to be here and attend this function, and thus made it so successful and memorable for all of us. It's my humble privilege to have this opportunity to thank our chief guest, Mr. Sajeev KK, Deputy Superintendent of Police, Perindalmanna Division, for his valuable presence on this occasion and inaugurating this ceremony in spite of his busy schedule. Thank you, sir. Words are beyond to express verbally our deep sense to gratitude to Professor Dr. P.A. Fasal Ghafoor, President MES Kerala and Director of MES Academy of Medical Science, for his valuable presence and giving inspiring message to our newly graduated students of our institute. Thank you, sir. Let me express my gratitude to Mr. Kunjumoidin, sir, MES General Secretary, MES Muslim Educational Society, for his valuable presence on this occasion. Thank you, sir. And we express our gratefulness to Mr. M.M. Ashraf, Vice President, MES Kerala, and the convener of MES College of Nursing, for his valuable presence on this occasion. Thank you, sir. I take immense pleasure in extending our sincere thanks to Dr. Girish Raj, Dean, MES Medical College, for accepting our invitation and for being with us throughout this function and for his inspiring words. Thank you, sir. We offer our most sincere thanks to Dr. Muhammad Sajid, Medical Superintendent, MES Medical College Hospital, for accepting our invitation and for your valuable presence on this occasion. Thank you, sir. We remain grateful to Dr. Rahim Fasal Ghafoor, Intensive Care Medicine in charge and MES Chairman of MES Standing Committee for Self-Financing College, for accepting our invitation and for his valuable presence on this occasion. Thank you, sir. We are happy to mention our obligation to Professor Dr. Nirmala V, Principal, MES College of Nursing, who has always provided constant support and guidance for organizing this ceremony. Thank you, madam. I take this opportunity to thank all our teaching faculties and non-teaching staff of College of Nursing for taking tremendous effort to conduct this ceremony by toiling day and night working behind the screen. And dear graduates, you have stepped out of the nursing profession with a dedicated mind, noble arms with a high hope. I wish you all the very best and thank you. And also for the parent and family members who have taken all the pain to be with us this morning, thus made this graduation ceremony a day to remember. I want to extend a special thanks to all the students gathered here with their committed contribution. I also extend our thanks to all the hands behind the ceremony, including light, stage, sounds, and all the other technical supporters for their enormous cooperation for arranging this function. Once again, thank you all for being a part of this ceremony. Thank you. Thank you. Thank you, sir. Dear graduate, it's a privilege and honor to witness your graduation. Our pride for you is immeasurable. On behalf of MES College of Nursing, we congratulate each of you on your accomplishment. I would like to request you all to stand up for your national anthem. Janagana mana adhinayaka jaya he Bharat bhagya vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga Vindhya Himachala Yamuna Ganga Uchchala Jaladhi Taranga तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे It's time for the photo session. I request all the graduates to join with the dignitaries for the photo session.